ഹായ് ഓൾ, വെൽക്കം ടു ത്രെഡ് ആൻഡ് നീഡിൽ. ലൈറ്റ് ടോണിൽ വരുന്ന സാരീസാണ് കാണിക്കുന്നത്. ചന്ദേരി ലവേഴ്സിന് സ്പെഷ്യലായിട്ടുള്ള വിത്ത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള സാരീസാണ്. ഹാൻഡ് എംബ്രോയ്ഡറിക്ക് എപ്പോഴും ഡിമാൻഡ് കൂടുതലുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബ്ലൗസ് വരുന്നത്. എംബ്രോയ്ഡറിയുടെ കളറാണ് ബ്ലൗസിന് യൂസ് ചെയ്തിരിക്കുന്നത്. കച്ച് വർക്കാണ് സാരിയിൽ ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഫുൾ സാരിക്കും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കാറ്റേഡ് ആയിട്ട് കച്ച് വർക്ക് വരുന്നുണ്ട്. ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ഇത് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് യെല്ലോ ആണ്. ഗോൾഡൻ യെല്ലോയുടെ ലൈറ്റ് ടോണിൽ ഒരു കോഫി കളറിനോട് സിമിലർ ആയിട്ടൊരു കളറിലാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. പല്ലുവിലേക്ക് പോകുമ്പോൾ സെയിം തന്നെ വന്നിട്ട് നല്ല റിച്ച് ആയിട്ടൊരു പല്ലുവാണ്. ഹെവി ആയിട്ടൊരു ഹാൻഡ് എംബ്രോയ്ഡറി പല്ലുവിലും വന്നിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോൾ ഈ എംബ്രോയ്ഡറിയുടെ അതേ കളറിലുള്ള ബ്ലൗസ് പീസിൽ കച്ച് വർക്ക് വരുന്നുണ്ട്. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി സാരീസ് എല്ലാം ഒരു 3690 റേഞ്ചിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ലൈറ്റ് പിങ്കിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ഗ്രീനും ബ്ലൂ ആണ്. 2 ഷെയ്ഡ് പിങ്കിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്. പിങ്കിനോടൊപ്പം ഗ്രീൻ കോമ്പിനേഷനിലും പിങ്കിൻ്റെ കൂടെ ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. പൗഡർ പിങ്ക് ആണ് നെക്സ്റ്റ് കളർ വരുന്നത്. വളരെ ലൈറ്റായിട്ടൊരു പിങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു ഗ്രീനാണ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. കച്ച് വർക്കാണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് എംബ്രോയ്ഡറി തന്നെയാണ്. ബോഡി പാർട്ടിൽ സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ കച്ചും അതുപോലെ തന്നെ ബോർഡറിലേക്ക് വരുമ്പോൾ ഫുൾ ബോർഡറിലും കച്ച് എംബ്രോയ്ഡറി വരുന്നുണ്ട്. പല്ല് വെത്തുമ്പോൾ നല്ല ഹെവി ആയിട്ടൊരു ഹാൻഡ് എംബ്രോയ്ഡറിയാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പിങ്കും അതോടൊപ്പം തന്നെ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. പിങ്കും ബ്ലൂവും കോമൺ ആയിട്ടൊരു കോമ്പിനേഷൻ ആണെങ്കിലും ഇതിൽ വന്നിരിക്കുന്ന ഷെയ്ഡ് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ബോഡി പാർട്ടിലേക്ക് ചെറിയ ചെറിയ കച്ചസും അതുപോലെ തന്നെ ബോർഡറിലേക്ക് വരുമ്പോൾ ഫുൾ ബോർഡറിൽ ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ട് തന്നെ കച്ച് വർക്കുമാണ് പോയിരിക്കുന്നത്. തേര് ഭാഗത്ത് വരുമ്പോൾ മാത്രം കുറച്ചുകൂടി ഡാർക്കർ ടോണിലുള്ള പിങ്കാണ് ഈ സാരിക്ക് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ ചന്തേരി തന്നെയാണ്. പല്ല് വെത്തുമ്പോൾ കുറച്ചുകൂടി റിച്ച് ആയിട്ടൊരു ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത്. കച്ച് വർക്ക് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വരുമ്പോൾ പ്ലെയിൻ കോൺട്രാസ്റ്റ് എംബ്രോയ്ഡറിയുടെ അതേ കളർ ബ്ലൂ കളറിലുള്ള ബ്ലൗസ് മെറ്റീരിയലാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന പീച്ചാണ്. പീച്ചിൻ്റെ 3 ഷെയ്ഡ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് കോമ്പിനേഷൻ വരുന്ന പീച്ച് നല്ലൊരു ഗ്രീനോടെ ഒരു കോമ്പിനേഷനിലാണ്. കച്ച് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിലേക്ക് സിമ്പിളായിട്ട് സ്കാറ്റേഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ കച്ച് വർക്കും ബോർഡറിലേക്ക് വരുമ്പോൾ ഫുൾ ബോർഡറായിട്ടും കച്ച് എംബ്രോയ്ഡറി പോയിട്ടുണ്ട്. ഹാൻഡ് എംബ്രോയ്ഡറി തന്നെയാണ് ഇത് വരുന്നത്. പല്ലവിലേക്ക് എത്തുമ്പോൾ നല്ല ഹെവി ആയിട്ടൊരു എംബ്രോയ്ഡറി വരുന്നുണ്ട്. ബ്ലൗസ് പീസ് വരുമ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് എംബ്രോയ്ഡറിയുടെ അതേ കളറിലുള്ള പ്ലെയിൻ ബ്ലൗസ് പീസാണ് വന്നിരിക്കുന്നത്. പീച്ചിൻ്റെ കുറച്ചുകൂടെ ഡാർക്ക് ടോണാണ് നെക്സ്റ്റ് കാണിക്കുന്നത്. ഇത് പീച്ചും ബ്ലൂ ആയിട്ട് വരും. കഴിഞ്ഞത് ഞാൻ കാണിച്ചത് പീച്ചും ഗ്രീനും ആയിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ഇതിൽ വന്നിരിക്കുന്നത്. കച്ച് വർക്ക് തന്നെയാണ്. ബോഡി പാർട്ടിലേക്ക് സ്കാറ്റേഡ് ആയിട്ടും ഫുൾ ബോർഡറിലും അടുപ്പിച്ചുള്ള ബോർഡർ വർക്കും വരുന്നുണ്ട്. പല്ലവിലേക്ക് എത്തുമ്പോൾ റിച്ച് ആയിട്ടൊരു കച്ച് വർക്കിൻ്റെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുമ്പോൾ എംബ്രോയ്ഡറിയുടെ അതേ കളറ് ബ്ലൂ കളറിലുള്ള പ്ലെയിൻ മെറ്റീരിയലിലാണ് ബ്ലൗസ് പീസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പീച്ച് തന്നെയാണ് അടുത്ത കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഒരു ഓറഞ്ചിഷ് പീച്ചും കച്ച് വർക്ക് തന്നെയാണ് സാരിയിൽ വന്നിരിക്കുന്നത്. ബോർഡറിൽ കളർ എംബ്രോയ്ഡറി വരുന്നത് മാത്രം ലൈറ്റും ഡാർക്കും കൂടെ ഉള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. തേര് കളർ വരുന്നതും കുറച്ചുകൂടെ ഡാർക്കർ ഓറഞ്ചാണ് വരുന്നത്. പീച്ചിഷ് ഓറഞ്ചാണ് കേട്ടോ. പല്ലവിലേക്ക് എത്തുമ്പോൾ 2 ഷെയ്ഡുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കച്ച് എംബ്രോയ്ഡറി തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വരുമ്പോൾ ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിൽ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് ബ്ലൗസ് പീസും അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഗോൾഡൻ യെല്ലോയിൽ 4 കളർ കോമ്പിനേഷൻ ഞാൻ കാണിക്കുന്നുണ്ട് ഇന്ന്. ഇത് നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ യെല്ലോയുടെ കൂടെ ഒരു ബ്ലൂ കോമ്പിനേഷനിലുള്ള കച്ച് വർക്കാണ്. പല്ലവിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ ഒരു നല്ല ഭംഗിയുള്ള സെയിം ടോണിലുള്ള ബ്ലൂവിൻ്റെ ഒറ്റ ടോണിൽ ആണ് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് പീസ് വരുമ്പോഴും ഈ എംബ്രോയ്ഡറിയുടെ അതേ കളറിലുള്ള പ്ലെയിൻ മെറ്റീരിയലാണ് ബ്ലൗസിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സിൽക്ക് മെറ്റീരിയലാണ് ബ്ലൗസ് പീസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു സോബറായിട്ടൊരു കോമ്പിനേഷനാണ് അടുത്ത ഗോൾഡൻ യെല്ലോയിൽ വന്നിരിക്കുന്നത്. ഗോൾഡൻ യെല്ലോ വിത്ത് മസ്റ്റർഡാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിലേക്ക് സ്കാറ്റേഡ് ആയിട്ടുള്ള കച്ച് വർക്കും ഫുൾ ബോർഡറിലും ഹാൻഡ് എംബ്രോയ്ഡറിയും വരുന്നുണ്ട്. പല്ല് വെത്തുമ്പോൾ ബ്യൂട്ടിഫുൾ പല്ലുവാണ് ഇതിനും വന്നിരിക്കുന്നത്. സെയിം ടോണിലുള്ള എംബ്രോയ്ഡറിയാണ് ഫുൾ യൂസ് ചെയ്തിരിക്കുന്നത്. എഡ്ജസ് എല്ലാം നല്ല നീറ്റായിട്ട് പൈപ്പിംഗ് ഫേസിങ് കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ സാരീസിന്. സാരിയുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ചന്തേരിയാണ്. ഒരുപാട് പേർക്ക് ചന്തേരി ഫാബ്രിക് സാരിയായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. പ്ലെയിൻ ബ്ലൗസ് പീസാണ് ഇതിനെല്ലാം വന്നിരിക്കുന്നത്. കുറച്ച് ഡാർക്കർ ടോണിലാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. ഷെയ്ഡ് വരുന്നത് ഗോൾഡൻ യെല്ലോ തന്നെയാണ്. നല്ല ഡാർക്ക് പിങ്ക് ഒരു പർപ്പിളിൻ്റെ ഒരു സിമിലർ ആയിട്ടൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. കച്ച് വർക്കിന് ഫുൾ ബോർഡറും വർക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോഡി പാർട്ടിലേക്കും വർക്ക് വരുന്നുണ്ട്. പല്ല് വെത്തുമ്പോൾ ഇതുപോലെ വരുന്നുണ്ട്. ഫുള്ളി ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ആയിട്ടുള്ള ചന്തേരി സിൽക്ക് സാരിയാണ് ഇത് വരുന്നത്. എല്ലാത്തിൻ്റെയും ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് പ്ലെയിനിലുള്ള ബ്ലൗസ് പീസാണ് വന്നിരിക്കുന്നത്.
ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. ടോട്ടൽ 9 കളേഴ്സ് ഞാൻ കാണിക്കുന്നുണ്ട്, 9 കോമ്പിനേഷൻസ് കാണിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട പീസുകൾ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.